ഇതൊക്കെ വന്ന് ബോധിപ്പിക്കണമെന്നുണ്ട്. കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇപ്പം. കൊല്ലം സുധിയുടെ മരണശേഷം കുടുംബത്തിന് സാമ്പത്തിക സഹായം എന്ന രീതിയിൽ നിരവധി ക്യാഷുകൾ വന്നുവെന്നും എന്നാൽ അത് മകനായ കിച്ചുവിന് പോലും കൊടുക്കാതെ രേണുസുധി തട്ടിയെടുക്കുകയാണ് ചെയ്തതെന്നും എന്ന രീതിയിലുള്ള നിരവധി പരാമർശങ്ങളാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ തൻ്റെ കുടുംബത്തിന് എത്ര രൂപയാണ് വന്നതെന്നും അത് താൻ എന്തെല്ലാം ചെയ്തുവെന്നും വ്യക്തമായ തെളിവോടുകൂടി രംഗത്തെത്തിയിരിക്കുകയാണ് രേണുസുധി. അതിൻ്റെ കണക്കുകൾ അറിയണമെന്ന് താല്പര്യമുള്ളവർക്ക് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉൾപ്പെടെ വ്യക്തമായ രീതിയിലുള്ള തെളിവ് സഹിതം ഞാനിതിൻ്റെ കണക്കുകൾ നൽകുമെന്ന് രേണു ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. കുറച്ച് പേർക്കെങ്കിലും ഒരു തെറ്റിദ്ധാരണയുണ്ട്. സുധിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞപ്പം ഏതോ കോടികൾ അക്കൗണ്ടിൽ വന്ന് അത് ഞാനും എൻ്റെ വീട്ടുകാരും എടുത്ത് അടിച്ചു മാറ്റി തീർത്തു എന്നൊക്കെ. ഒരിക്കലുമല്ല, ഒരു കോടികളും വന്നിട്ടില്ല. കറക്റ്റ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് സംശയമുള്ളവർക്ക് അതെങ്കിലും അധികാരിപ്പെട്ടോ ഇതിപ്പം എന്താ പറയുക, സംശയമുള്ളവർക്ക് വേണമെങ്കിൽ വന്ന് ബാങ്കിൽ വന്ന് തിരക്കാം. എത്ര രൂപയാണ് വന്നെന്നും കാര്യങ്ങളൊക്കെ ബാങ്കിലുണ്ടല്ലോ. അത് വന്നത് 75,000 രൂപ കറക്റ്റ് വന്നു. അതിന് 69 രൂപയാണെന്ന് തോന്നുന്നു. അതിന് നമ്മളൊരു ബൈക്ക് മേടിച്ചായിരുന്നു, ഒരു മഞ്ഞ കളറിലെ ഒരു ബൈക്ക്. ഞങ്ങളെല്ലാവരും കൂടി ചെന്നാണ് കിച്ചന് മേടിച്ച് കൊടുത്തത്. കിച്ചന് പറയാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അല്ലാതെ കോടികൾ വന്നിട്ടോ ഇല്ല, ഞങ്ങളാരും എടുത്ത് മുക്കിയിട്ടോ ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. പിന്നെ എന്താ പറയേണ്ടത്, ഇതൊക്കെ വന്ന് ബോധിപ്പിക്കണമെന്നുണ്ട്. കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇപ്പം. ചിലവർക്ക് തെറ്റിദ്ധാരണ കാണും, ആ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഞങ്ങൾ ഒറ്റയ്ക്കല്ലായിരുന്നു. ഞങ്ങളുടെ കൂടെ